പെട്ടെന്നൊരു ദിവസം നമ്മുടെ കരൾ അതിൻ്റെ പ്രവർത്തനം നിർത്തിയാലോ? എന്തൊക്കെ മാറ്റങ്ങളാണപ്പോൾ ശരീരത്തിലുണ്ടാവുക? നമുക്ക് നോക്കാം. ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു ബയോകെമിക്കൽ ഫാക്ടറി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ലിവർ നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ആയിരക്കണക്കിന് പ്രവൃത്തികളാണ് ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഡീടോക്സിഫിക്കേഷനാണ്. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ടോക്സിൻസിനെ, വിഷാംശങ്ങളൊക്കെ റിമൂവ് ചെയ്യാനോ എന്നുള്ള ഫങ്ഷൻ. നമ്മുടെ ചെറുകുടലിലുള്ള ബാക്ടീരിയകളുടെ പ്രവർത്തനം കാരണവും അതുപോലെ തന്നെ നമ്മുടെ മസിലുകളിലെ പ്രോട്ടീൻ്റെ മെറ്റബോളിസം കാരണവും നമ്മുടെ ശരീരത്തിൽ ധാരാളം അമോണിയ ഉണ്ടാകുന്നുണ്ട്. അമോണിയ എന്ന് പറയപ്പെടുന്ന ഒരു കെമിക്കൽ ഉണ്ടാകുന്നുണ്ട്. ഈ അമോണിയ ബ്ലഡിൽ അതേപോലെ വരികയാണെങ്കിൽ, അമോണിയയുടെ അളവ് കൂടുകയാണെങ്കിൽ അത് നമ്മുടെ തലച്ചോറിന് വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടാക്കും. നമ്മുടെ ലിവറാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നത്. അമോണിയയെ ലിവർ മറ്റൊരു പദാർത്ഥമായിട്ട്, യൂറിയ എന്ന് പറയപ്പെടുന്ന മറ്റൊരു പദാർത്ഥമാക്കി നമ്മുടെ ലിവർ മാറ്റുകയും പിന്നീട് അത് യൂറിനിലൂടെ, മൂത്രത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് കളയുകയും ചെയ്യും. അപ്പോൾ ലിവറിന് തകരാറ് സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും? അമോണിയ എന്ന് പറയപ്പെടുന്ന ഈ കെമിക്കലിൻ്റെ പദാർത്ഥത്തിൻ്റെ അളവ് ഗണ്യമായിട്ട് കൂടും. അമോണിയ കൂടുന്ന സാഹചര്യത്തിൽ അമോണിയ നമ്മുടെ തലച്ചോറിനെ ബാധിക്കും. ആ അവസ്ഥയെ നമ്മൾ ഹെപ്പാറ്റിക് എൻസിഫലോപ്പതി എന്നാണ് പറയുന്നത്. പേഷ്യൻറ്റിന് ഓർമ്മക്കുറവുണ്ടാകും, പേഷ്യൻറ്റിന് പേഴ്സണാലിറ്റി ചേഞ്ചസ് ഉണ്ടാകും, പരസ്പര വിരുദ്ധമായിട്ടുള്ള സംസാരങ്ങളുണ്ടാകും. ഈ അമോണിയൻ്റെ അളവ് വീണ്ടും കൂടുകയാണ് എങ്കിൽ അത് തലച്ചോറിൽ വീക്കമുണ്ടാക്കുകയും, അത് നമ്മൾ ബ്രെയിൻ സ്വെല്ലിംഗ് എന്ന് പറയും. അങ്ങനെ വീക്കമുണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ തലയോട്ടീൻ്റെ അകത്തുള്ള പ്രഷർ കൂടും. ഇൻട്രാക്രാനിയൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്, നമ്മൾ തലയോട്ടീൻ്റെ അകത്ത് പ്രഷർ കൂടും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പേഷ്യൻ്റ് പെട്ടെന്ന് മരണപ്പെടാനോ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് കോമ എന്ന് പറയപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകാനോ ഒക്കെ സാധ്യതകളുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പ്രശ്നം കൂടെ വരും. നോർമലി നമ്മുടെ ബോഡിയിലുള്ള ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ, ബ്ലീഡിങ് തടുക്കണമെങ്കിൽ നമുക്ക് പ്ലേറ്റ്ലെറ്റുകൾ മാത്രം പോരാ. പ്ലേറ്റ്ലെറ്റുകൾ നമുക്ക് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നുണ്ട്. പക്ഷേ ക്ലോട്ടിങ് പൂർണ്ണമാകണമെങ്കിൽ ക്ലോട്ടിങ് ഫാക്ടേഴ്സ് എന്നറിയപ്പെടുന്ന കുറച്ച് പ്രോട്ടീനുകളുണ്ട്. അതുണ്ടാക്കുന്നത് ലിവറാണ്. അതുണ്ടെങ്കിൽ മാത്രമേ രക്തം കട്ട പിടിക്കുകയുള്ളൂ. അപ്പോൾ ലിവറിന് തകരാറ് സംഭവിക്കുകയാണ് എങ്കിൽ ഈ ക്ലോട്ടിക് ഫാക്ടേഴ്സിൻ്റെ അളവ് കുറയുകയും അത് പലയിടത്തു നിന്നും ബ്ലീഡിങ് ഉണ്ടാക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് നമ്മുടെ മോണയിൽ നിന്ന് ബ്ലഡ് വരാം, മൂക്കിൽ നിന്നും വായിൽ നിന്നും ബ്ലഡ് വരാം. അതുപോലെ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ബ്ലീഡിങ്ങിലേക്ക് മാറാം. അധികം വൈകാതെ തന്നെ മറ്റൊരു പ്രശ്നം കൂടെ വരും. നമ്മുടെ ശരീരം മൊത്തം മഞ്ഞയാകാൻ തുടങ്ങും. ഇതിനെ നമ്മൾ ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം എന്നാണ് പറയുന്നത്. നമ്മുടെ